إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള നോമ്പുകാരായ അള്ളാഹുവിൻ്റെ അടിമകളെ, സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഗംഭീരമായ അധ്യായങ്ങളിലൊന്നായ സൂറത്തു യൂസുഫിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കുവാനാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നത് അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, ഹുറൂഫുൽ മുഖത്താ കൊണ്ട് തുടങ്ങി ഇത് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണ് എന്ന ഉറച്ച കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഹിദായത്ത് വ്യക്തതയുള്ളതാണെന്നും അതിൽ യാതൊരു നിലക്കുമുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് സ്ഥാനമില്ലാത്തതാണ് എന്നും അള്ളാഹു വ്യക്തമാക്കുന്നു. ശേഷം പറയുന്നത് നിങ്ങൾക്ക് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നല്ല കഥ വിശദീകരിക്കാം. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. ഈ ഖുർആൻ താങ്കൾക്ക് വഹിയായി നൽകി എന്നതിൻ്റെ പേരിൽ ഏറ്റവും നല്ല ഒരു കഥ, ഒരു ചരിത്രം പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യമായി പരാമർശിക്കുന്നത് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ പ്രായത്തിൽ കണ്ട അത്ഭുതകരമായ ഒരു സ്വപ്നമാണ്. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കാണുകയാണ്. പിന്നീട് ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ആ 11 നക്ഷത്രങ്ങൾ തൻ്റെ 11 സഹോദരങ്ങളും സൂര്യൻ പിതാവും ചന്ദ്രൻ ഉമ്മയുമാണ് എന്ന് തിരിച്ചറിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്ന പാഠം, എത്ര വലിയ ലക്ഷ്യങ്ങളാണെങ്കിലും ശരി, എത്ര മനോഹരമായ സ്വപ്നങ്ങളാണെങ്കിലും ശരി, കാലങ്ങളെടുത്ത് വർഷങ്ങളുടെ ക്ഷമയും സഹനവും കഷ്ടപ്പാടുകളും താണ്ടിക്കൊണ്ടാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക എന്ന ഉന്നതമായ ബോധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളാണെങ്കിൽ പോലും അസൂയ മനുഷ്യൻ്റെ ഹൃദയത്തെ പിടികൂടിയാൽ അവൻ അക്രമിയും ഒരു വേള കൊല്ലാൻ വരെ തയ്യാറാകും എന്ന പാഠവും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അസൂയ തോന്നിയ സഹോദരങ്ങൾ പറഞ്ഞു, ഉഖ്തുലു യൂസുഫ അവിത്രഹൂഹു അർദാ, നമുക്ക് യൂസുഫിനെ കൊന്നുകളയാം അല്ലെങ്കിൽ പാഴ്ഭൂമിയിൽ ഉപേക്ഷിച്ച് കളയാം എന്ന തീരുമാനം അവർ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ യഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അതറിയാമായിരുന്നു, അനുഗ്രഹങ്ങളിൽ ചിലത് മറച്ചു വെക്കണം. കാരണം അസൂയ മനുഷ്യനെ പിടികൂടിയാൽ പിശാച് പലതിനും പ്രേരിപ്പിക്കും. അതുകൊണ്ട് മഹാനായ യഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. പൊന്നുമകനെ, ഈ സ്വപ്നത്തെക്കുറിച്ച് സഹോദരങ്ങളോട് പറയരുത്. പിശാച് മനുഷ്യൻ്റെ ശത്രുവാണ്. അവർ വല്ല കുതന്ത്രവും പ്രയോഗിച്ചു
സംഭവിച്ചേക്കാം എന്ന് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. പിന്നീട് ആ സഹോദരങ്ങൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞതിന് ശേഷം മകനെ ചെന്നായ പിടിച്ചു എന്ന കളവുമായി പിതാവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബെന്യാമീനിനെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യവുമുണ്ട്. ഈ രണ്ട് സാഹചര്യത്തിലും യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി സൂറത്ത് യൂസുഫിൽ കാണാം. ഫസബുറുൻ ജമീൽ, ഭംഗിയായി ഞാൻ ക്ഷമിക്കുകയാണ്. ക്ഷമ എന്താണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഭംഗിയായ ക്ഷമയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താതെ അങ്ങേയറ്റത്തെ ക്ഷമ കാണിക്കുകയും റഹ്മാനായ റബ്ബിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ഔന്നിത്യമേറിയ ആ മാനസികാവസ്ഥക്കാണ് ഭംഗിയുള്ള ക്ഷമയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശേഷം അദ്ദേഹം ഒരിടത്ത് പറഞ്ഞു, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ ജൽപ്പിക്കുന്നതിൽ നിന്ന് ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിൽ ഞാനിതാ ഭരമേൽപ്പിക്കുന്നു, ഞാൻ അവനോട് സഹായം തേടുന്നു. അതേപോലെ തന്നെ മറ്റൊരിടത്ത് പറഞ്ഞത് അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅ, എനിക്കെൻ്റെ രണ്ടു മക്കളായ യൂസുഫിനെയും ബെന്യാമീനിനെയും അള്ളാഹു കൊണ്ടുവന്ന് തന്നേക്കാം, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. അതേപോലെ ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ സങ്കടങ്ങളും എൻ്റെ ആവലാദികളും വേവലാദികളും ഞാൻ റബ്ബിനോടാണ് പറയുന്നത് എന്നും പറഞ്ഞു. വീണ്ടും മക്കളോട് പറഞ്ഞു, യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിർ റൗഹില്ലാ, മക്കളെ നിങ്ങൾ അന്വേഷിക്കൂ എൻ്റെ മക്കളെക്കുറിച്ച്, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത്, അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കടുത്ത പരീക്ഷണങ്ങളാകട്ടെ, എന്തൊക്കെ വിഷമങ്ങളാകട്ടെ, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് പ്രതീക്ഷ കൈവിടാതെ സബറോടുകൂടി നിലകൊള്ളുകയാണെങ്കിൽ വലിയ വിജയമുണ്ടാകുമെന്നുള്ള ഉന്നതമായ പാഠം സൂറത്ത് യൂസുഫ് നമുക്ക് നൽകുന്നുണ്ട്. പിന്നീട് രാജകൊട്ടാരത്തിൽ യുവാവായിരിക്കെ എല്ലാ നിലക്കുമുള്ള സുഖസൗകര്യങ്ങളെല്ലാമുള്ള ഒരു സന്ദർഭത്തിൽ, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ ആ വീട്ടിലുള്ള സ്ത്രീ മോശമായ ഒരു കാര്യത്തിന് വിളിച്ചപ്പോൾ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മആദല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. തിന്മകൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മാത്രമല്ല മനുഷ്യർക്ക് ആകമാനം ഗുണപാഠമാകുന്ന വലിയൊരു പ്രാർത്ഥനയും ആ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, അല്ലാഹുവേ, അവർ എന്നെ ക്ഷണിക്കുന്ന ആ മോശമായ കാര്യമുണ്ടല്ലോ, അതിനേക്കാൾ എനിക്കിഷ്ടം ജയിലിൽ കിടക്കലാണ് റബ്ബേ. ജയിലിൽ കിടക്കേണ്ടി വന്നാലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അത് ഈ ദുനിയാവിലെ പ്രയാസങ്ങളാണ്. എന്നാൽ ആ പ്രയാസങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഒരു ഹറാമ് ചെയ്താൽ നാളെ പരലോകത്ത് എൻ്റെ കാര്യം എന്തായിരിക്കുമെന്നുള്ള ഭയപ്പാടിൽ നിന്ന് ദുനിയാവിൻ്റെ കഷ്ടപ്പാടുകളെ ഹറാമുകൾക്കെതിരിൽ തെരഞ്ഞെടുത്ത ഔന്നിത്യമേറിയ ഇച്ഛാശക്തിയുടെ പ്രതീകമായി മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. പിന്നീട് ജയിലിൽ കഴിയുമ്പോൾ രണ്ട് സഹോദരങ്ങൾ വന്ന് പറയുകയാണ്, ഞങ്ങൾ വിചിത്രമായ സ്വപ്നം ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ ആ വ്യാഖ്യാനത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, യാ സാഹിബൈ സിജ്നി അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ജയിലിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒട്ടനവധി ദൈവങ്ങളാണോ, ചിതറിക്കിടക്കുന്ന അർബാബുകളാണോ, അതല്ല ഏകനും സർവാധിപതിയുമായ ഏകനായ അള്ളാഹുവാണോ ഉത്തമൻ? അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മറ്റു ആരാധ്യന്മാരുണ്ടല്ലോ, അത് അള്ളാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും പേരിട്ട് വിളിക്കുന്ന ചില പേരുകൾ മാത്രമല്ലാതെ അവരാരും ആരാധന അർഹിക്കുന്നില്ല എന്ന തൗഹീദിൻ്റെ ഉജ്ജ്വലമായ അധ്യാപനം ജയിലിലായിരുന്നിട്ട് പോലും തനിക്ക് ലഭിച്ച സന്ദർഭത്തെ തൗഹീദ് പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എന്നിട്ടും തന്നെ ജയിലിലടച്ച രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. 7 മെലിഞ്ഞ
പശുക്കൾ 7 തടിച്ച പശുക്കളെ വിഴുങ്ങുന്നതായി, അതേപോലെ തന്നെ 7 പച്ചക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും അവയെ സ്വപ്നം കണ്ടു. അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചു. എന്നെ ജയിലിലടച്ച ഒരു രാജാവ്, ആ രാജാവിൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. മറിച്ച് വിശാലമായ ആ രാജ്യത്തിൻ്റെ പൊതുനന്മയെ ബാധിക്കുന്ന വിഷയമായതിനാൽ ഖാല തസ്റഊന 7 സിനീന ദഅബ എന്ന് പറഞ്ഞുകൊണ്ട് 7 വർഷം ഏതെല്ലാം രൂപത്തിലാണ് കൃഷി ചെയ്യേണ്ടത് എന്ന് കൃത്യമായി വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഇഹ്സാനിൻ്റെ, സുഹൃദത്തിൻ്റെ, ഹൃദയവിശാലതയുടെ പ്രതീകമായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പിന്നീട് രാജകൊട്ടാരത്തിൽ വെച്ച് തന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ തൻ്റെ സഹോദരങ്ങളെ കണ്ടുമുട്ടുന്നു. ആ സഹോദരങ്ങൾ കുറ്റസമ്മതം നടത്തുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങൾക്കെതിരിൽ യാതൊരു പ്രതികാരവുമില്ല, എനിക്ക് നിങ്ങളോട് യാതൊരു വിഷമവുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എൻ്റെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും വിശാലമായി അവർക്ക് മാപ്പാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അത്യുന്നതമായ 2 തത്വങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്താണത്? ഒന്ന്, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ആരാണോ ധർമ്മനിഷ്ഠ പാലിക്കുന്നത്, ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, ആരാണോ സുഹൃതം ചെയ്യുന്നത്, ആരാണോ ക്ഷമിക്കുന്നത്, അത്തരം സുഹൃതവാന്മാരുടെ പ്രതിഫലത്തെ അല്ലാഹു കുറച്ച് കളയുകയില്ല. അതുകൊണ്ട് ക്ഷമിക്കൂ, റബ്ബിനെ ഭയപ്പെടൂ, തഖ്വയോടുകൂടി ജീവിക്കൂ, എങ്കിൽ റഹ്മാനായ റബ്ബ് കൈവടിയുകയില്ല എന്ന തത്വം പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു കൊടുത്തത് ഇന്ന റബ്ബി ലതീഫുൽ ലിമാ യശാ, നിശ്ചയമായും എൻ്റെ റബ്ബ് അതിസൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നവനും അടിമകളോട് അങ്ങേയറ്റം ദയാവായ്പുമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു ഖദറാക്കിയ കാര്യങ്ങളാണ് സംഭവിച്ചതെങ്കിലും ഓരോ അടിമകളുടെ കാര്യത്തിലും എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് കൃത്യമായി റബ്ബിനറിയാം. ആ റഹ്മാനായ റബ്ബിൻ്റെ പ്ലാനിംഗ് ആയിരുന്നു നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളെന്ന് സൂചിപ്പിക്കുകയാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നീട് സൗഭാഗ്യങ്ങളുടെ, നന്മകളുടെ, അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ കടന്നു കയറിയപ്പോഴും അവസാനമായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. അല്ലാഹുവേ, നീ എനിക്ക് ആധിപത്യം നൽകി റബ്ബേ, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നൽകി, മതപരമായ അറിവ് നൽകി, നീ എന്നെ നബിയായി തെരഞ്ഞെടുത്തു. പക്ഷേ എനിക്ക് വേണ്ടത് തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ, സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ എന്ത് നേട്ടങ്ങളുണ്ടായിട്ടും കാര്യമില്ല, ആധിപത്യങ്ങൾ കൊണ്ട് ഫലമില്ല, സൗന്ദര്യം കൊണ്ട് ഫലമില്ല, ഒന്നുകൊണ്ടും നേട്ടമില്ല. ഏറ്റവും പ്രധാനം മുസ്ലിമായി മരിക്കലാണ്, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടലാണ് എന്ന വലിയ തത്വവും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി. അങ്ങനെ ഒട്ടനവധി ഗുണപാഠങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഈ അധ്യായം കടന്നു പോകുന്നത്. എനിക്കും നിങ്ങൾക്കും ധാരാളം സൂറത്ത് യൂസുഫിൽ പഠിക്കാനുണ്ട്. വായിക്കുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം സത്യസന്ധതയുടെ പ്രവാചകനാണ്, സൗന്ദര്യത്തിൻ്റെ പ്രവാചകനാണ്, ക്ഷമയുടെ പ്രവാചകനാണ്. ഒരു നല്ല മകൻ എങ്ങനെയായിരിക്കണം, ഒരു നല്ല സഹോദരൻ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് കുടുംബ ബന്ധത്തിൻ്റെ പ്രവാചകനാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. വിട്ടുവീഴ്ചയുടെ പ്രവാചകനാണ്, ചാരിത്രത്തിൻ്റെ പ്രവാചകനാണ്, അധികാരത്തിൻ്റെ പ്രവാചകനാണ്. ദുനിയാവിനേക്കാൾ ആഖിറത്തിനെ തിരഞ്ഞെടുത്ത മഹാനായ പ്രവാചകനാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ ആരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അൽ കരീമു ഇബ്നു കരീം ഇബ്നു കരീം ഇബ്നു കരീം. മാന്യനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, മാന്യനായ യഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ, മാന്യനായ
ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ് അദ്ദേഹത്തിൻ്റെ വല്യാപ്പ. അതും കഴിഞ്ഞ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനായ കരീമായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനായ പ്രവാചകനിലും ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട് സൂറത്ത് യൂസുഫിൽ വിശദീകരിച്ചലും അതുപോലെ തന്നെ തത്തുല്യരായ മഹാന്മാരായ പ്രവാചകന്മാരിലും വിശ്വാസികളിലും നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് മാ കാന ഹദീസൻ യുഫ്തറാ വലാകിൻ തസ്ദീഖൽ ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. അവരുടെ ചരിത്രങ്ങളിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ബുദ്ധിമാന്മാരായ, ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾക്ക്. ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാതുൽ ലിസ്സായിലിൻ. ചോദിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് പറയുന്നത്, ഇത് കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു വാർത്തയല്ല, മറിച്ച് എല്ലാറ്റിനും വിശദീകരണമായി കൊണ്ടും മാർഗദർശനമായി കൊണ്ടും വിശ്വാസികൾക്ക് കാരുണ്യമായി കൊണ്ടും നിലകൊള്ളുന്നു അതുല്യമായ ഈ ഒരു വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് നാം ഉള്ളത്. ആ ഖുർആൻ പഠിക്കൂ, അതിലുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കൂ, അതിലുള്ള അഹ്കാമുകൾ മനസ്സിലാക്കൂ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അൽ മാഹിറു ഫിൽ ഖുർആൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. പരിശുദ്ധ ഖുർആനിൽ നൈപുണ്യം നേടുന്ന ആളുകൾ വഹയിൻ്റെ വാഹകരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ അടക്കമുള്ള മലക്കുകളുടെ കൂടെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, അതിന് പ്രോത്സാഹനം നൽകുക. കുട്ടികളെയും ജനങ്ങളെയും അത് പഠിപ്പിക്കുവാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കാം. നമ്മുടെ ഈ രാജ്യത്ത് ദുബായ് അതേപോലെയുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി മത്സരങ്ങൾ പ്രഖ്യാപിച്ച് ഖുർആനിൻ്റെ ഒട്ടനവധി മത്സരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടൊക്കെ അവർ നടത്തുന്ന പ്രോത്സാഹനം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടികളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ കുടുംബത്തെയും ജനങ്ങളെയുമെല്ലാം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അതിൻ്റെ ഒരറ്റം റഹ്മാനായ റബ്ബിൻ്റെ കൈകളിലാണ്. ആരാണോ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്നത് അവർ ഒരിക്കലും വഴിതെറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിൻ്റെ മാസമായ ഈ ഒരു മാസത്തിൽ തന്നെ ഖുർആൻ പഠിക്കാനുള്ള പ്രതിജ്ഞ നാം ഏറ്റെടുക്കുക. ആ നിലക്ക് മുന്നോട്ട് പോവുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അർഹമി الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.